ഞങ്ങൾ അടവി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഹണ്ടിലാണ്. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് കാടായിട്ട് തോന്നും. എൻ്റെ ഒപ്പം ഞങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന അമീർ വിസ് എന്ന് പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹമാണ് ഈ പ്ലേസ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതേ പ്രോപ്പർട്ടിനെ കുറിച്ചൊന്ന് പറയാം. അതായത് ഇത് എന്താ പറയുക, നിലമ്പൂർ വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ ഒക്കെ അണ്ടറിലാന്ന് തോന്നുന്നു. കടമ്പുയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ ഇത് ഫോറസ്റ്റ് ഏരിയയിലല്ല ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് അവരിങ്ങനെ പ്രിസർവ് ചെയ്തതാണ്. ഇവിടെ വേണമെങ്കിൽ കാടൊക്കെ വെട്ടി ഇവർക്ക് പലതും ചെയ്യാമായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മൃഗങ്ങളുണ്ട്, ആനയൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷേ വൺസ് ഇൻ എ ഇയറൊക്കെ വരുന്നതായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. വേറെ റിപ്പോർട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ബാക്കിയെല്ലാം എന്താ പറയുക, റെപ്റ്റൈൽസ് ആംഫിബിയൻസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നല്ല ഒരു രാജവെമ്പാല, മൂർഖൻ ഒക്കെ ഈ സൈഡിലുണ്ട്. ഡെൻസ് ഫോറസ്റ്റ് ആണ്. അപ്പം എല്ലാ സാധനവും എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ കടുവയുടെ ഒക്കെ പഗ്മാക്സ് ഒക്കെ ഉണ്ടാകാറുണ്ട് ഇവിടെ മുകളിൽ പഗ്മാക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലമാണ് ഞാൻ അടവിയുടെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് അതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത സമയത്ത് നമ്മൾ പോയി കണ്ട സ്ഥലങ്ങളാണല്ലോ നമ്മുടെ മൈൻഡിലോട്ട് വരിക കഥ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം പറ്റും തോന്നി. കാരണം അത്രമാത്രം എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള പിന്നെ എന്താ പറയുക ഏരിയാസ് ഉണ്ട് ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ. നമ്മുടെ ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ഉള്ള സീനുകളൊക്കെ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ സ്ഥലം അത്രയും അടിപൊളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു. അതാണ് ഞങ്ങൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നിട്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഇനി തിരിച്ചും 5 കിലോമീറ്റർ നടക്കണം. അപ്പം അങ്ങനെ ഒരു ലൊക്കേഷനാണിത്. വേറെ എന്താ പറയാനുള്ളത്? വേറെ എന്താണെന്ന് വെച്ചാൽ ഈ അടവിയുടെ ഒരു സ്ക്രിപ്റ്റും അതുപോലെ ഈ ഒരു സ്ഥലമൊക്കെ വെച്ച് നമുക്കത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഭീകര സാധനമായിരിക്കും. കാരണം നമ്മുടെ ഇതുപോലത്തെ ഒരു കഥ ഈ അടുത്തൊന്നും അങ്ങനെ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ മലയാളത്തിലൊന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ഭയങ്കര ഒരു ഫേക്ക് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടേത് മിക്കവാറും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് സാധനമായിരിക്കുമല്ലോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത മാസം ആദ്യം തന്നെ ഷൂട്ട് തുടങ്ങുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഞങ്ങൾ ഭാവിയിലത് ബിഗ് സ്ക്രീനിലും കൊണ്ടുവരും. തീർച്ചയായിട്ടും പറയുന്നത് തീർച്ചയായിട്ടും അതന്നെ അതിൻ്റെ അടവിയുടെ ഭാഗം ആകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.